എടാ നമുക്ക് ടീമായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ. കാരണം വെറുതെ കൈവന്ന് പൈസ നോക്കണ്ടേ അനങ്ങാണ്ടെന്നോ ഒരു നെഗറ്റീവ് അല്ല ജാസ്. ആ കാര്യമില്ല പറഞ്ഞ നല്ല ഐഡിയ. എന്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട്. എന്ത് മംഗല ബിരിയാണി കല്യാണ സദ്യ. ആ ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടൽ ഉണ്ടാവും. ഇത് മാത്രം വേറെ ഒന്നും വേണ്ട. ഉച്ചക്കത്തെ പരിപാടി ക്ലോസ്. എങ്ങനെ ഉണ്ടാവും? എടാ അതിന് പറ്റിയ ഏരിയ വേണ്ട, നല്ല ഏരിയ വേണ്ടേ? ആ നല്ല പാർക്കിംഗ് സ്പേസും അത് ഇതെല്ലാം വേണം. ഇല്ലെങ്കിൽ ഫ്ലോപ്പ് ആവും. പാർക്കിംഗ് നമ്മൾ കണ്ടെത്തണം. അതിന് പറ്റിയൊരു സ്ഥലമുണ്ട്, എന്റെ ഉപ്പാന്റെ സ്ഥലം. അന്ന് പിന്നെ അത് നോക്കിയാ പോരെ. പക്ഷെ ഒരു ചെറിയൊരു പേപ്പറിന്റെ പ്രശ്നമുണ്ട്. റേഷൻ കാർഡിൽ പേരില്ലേ? അതിലടാ അടിയാരത്തിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതൊന്നും പ്രശ്നമൊന്നുമില്ലടോ. അതെല്ലാം പെട്ടെന്ന് റെഡിയാക്കാം. ആ സ്ഥലം കിട്ടിയിട്ടില്ലേ ലോട്ടറി അടിച്ച പോലെ. എന്താണെന്നറിയോ, അത്ര സൗകര്യം ഉണ്ട്, ഇഷ്ടംപോലെ കസലാണ് നമുക്ക്. മോനെ ഇവരെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. രക്ഷപ്പെട്ടട നമ്മള്. എന്റെ ചങ്ങായി ഒന്ന് മുണ്ടാണ്ടിക്ക് ഇനി മെല്ലാണ്ട് മാന്തല്ല. കാര്യമായിട്ടുള്ള കാര്യല്ലേ പറയുന്നത്. മന്തിയും ബിരിയാണിയും. ഇവിടെ തലശ്ശേരി ബിരിയാണിന്റെ കാര്യല്ലേ പറയുന്നത്. അല്ലാതെ എന്നോട് കിടക്കാനല്ലേ പറഞ്ഞത്. തൂറാൻ പറഞ്ഞില്ലല്ലോ ഉമ്മ. നീ എന്തിനാ ഇങ്ങനെ പണ്ടത്തെ സ്വഭാവം തന്നെ ആക്കല്ല. സ്ഥലം നോക്കണേ എടാ, എന്താ മൊത്തം സ്ഥലം കണ്ടു നീ. ഇതാ സ്ഥലം. ആടെ സ്ഥലം ഈ കടപ്പുറം ജെ.സി. ഇവിടെ പാണി നടത്തി വിശാലാക്കിയാടാ. പിന്നെ എന്താ വേണേ എനിക്ക് ഇപ്പൊ പണ്ട് തൂറിയതാ. അഞ്ചു പാട് തൂറി ഒന്നാലും